ഹായ് ഗുഡ് മോർണിംഗ്. ഇത് മറ്റൊരു സുപ്രഭാതമാണ് കേട്ടോ. വേറൊരു ദിവസമാണ് ഇത്. ഒരു ഫ്രൈഡേ ആണ്, ഫ്രൈഡേ മോർണിംഗ് ആണ്. രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു വീഡിയോ. ബാക്ക് വാട്ടേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. അവിടെ കാട് കുറച്ചൊക്കെ മാറ്റിയിട്ട് അവിടെ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പയറിട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റത്തില്ല, അത് മുളച്ച് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പയറിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീരയൊക്കെ പാകിയിട്ടുണ്ട്. അതൊക്കെ മുളയ്ക്കുമ്പോൾ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. പിന്നെ കറി ലീവ്സിൻ്റെ പ്ലാന്റൊക്കെ ഉണ്ട്. രാവിലെ എൻ്റെ ആദ്യത്തെ പണി ചായ ഉണ്ടാക്കുക. പാല് വെച്ചേക്കുകയാണെങ്കിൽ ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ, വളരെ കുറവാണ് കുടിക്കുന്നത്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അടുത്തത് ഗ്ലൂട്ടാത്തിയം കഴിക്കും. പിന്നെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടക്കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാധാരണ നോർമൽ മുട്ടക്കറി. ഇത് ആദ്യത്തെ അപ്പമാണ്, ഇത് ഫസ്റ്റ് അപ്പമാണ് കേട്ടോ. ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള മാവാണേ. ഇത് സാധാരണ പച്ചരിയും ചോറ്, കുറച്ച് തേങ്ങ ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചതാണ്, ഈസ്റ്റ് ചേർത്ത്. സെക്കൻഡ് അപ്പത്തിന് കുറച്ചും കൂടി ഷേപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് അപ്പം കുറച്ച് ആഫ്രിക്ക പോലെയായിരുന്നു. ഇത് രണ്ടപ്പവും മുട്ടക്കറി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ക്യാബേജ് തോരൻ, ക്യാബേജ് ഉള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചേക്കുകയാണേ. ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതങ്ങോട്ട് ഇടും. കുറച്ച് വെള്ളം തിളക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എണ്ണ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ, കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ് ഇച്ചിരി എണ്ണ യൂസേജ്. ഇതാകുമ്പോൾ കുറച്ച് വെള്ളം തിളച്ചങ്ങോട്ട് കൊടുക്കും. വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. ഞാനൊരു വലിയൊരു ഭയങ്കര കുക്കിങ്ങിൽ താല്പര്യമില്ല. പിന്നെ അടുത്തൊരു പരിപ്പ് കറിയാണേ. പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഒരു 2 ലിറ്ററിൻ്റെ കുക്കറാട്ടോ എൻ്റെ. പരിപ്പ് അടുപ്പത്തിട്ടേക്കാണ് കേട്ടോ. എൻ്റെ കൂടെ തന്നെ പൊന്നി റൈസാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടുതൽ കഴിക്കുക. അപ്പോൾ പൊന്നി റൈസും വെച്ചിട്ടുണ്ട്. ഇതേ പരിപ്പ് കുക്കായിട്ട് ഒരു അടുത്തവൺ പോട്ടിലേക്ക്, അതായത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടും. പിന്നെ ഈ ടൊമാറ്റോ ഇട്ടിട്ടാണ് പരിപ്പ് കറി. ടൊമാറ്റോയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ തേങ്ങ, ഉള്ളി, ജീരകവും കൂടി അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കടുക്, ഉലുവ, മുളക്, വേപ്പിലേൻ്റെ ഇല ഉണ്ടായില്ല കേട്ടോ, അത് കൂടി ഇട്ടിട്ട് തടുക്ക കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡിയാവേ. അത് തോരനും റെഡി ആയിട്ടുണ്ട്. ചോറ് ആക്ച്വലി ചോറിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് കുറച്ച് വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചോറിനെ വീണ്ടും തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ് കേട്ടോ. പൊന്നിയരി ആകുമ്പോൾ പെട്ടെന്ന് വേവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇത് ഹസ്ബൻഡിൻ്റെ ചോറ്, പരിപ്പ് കറി, ക്യാബേജ് തോരൻ, ഇത് 3 പാക്ക് ചെയ്യാണ്. അത്രേ ഉള്ളൂ.